സംബന്ധിച്ചുള്ള നമ്മുടെ അറിവ് ആകും. ഗോഡ് ദ മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. നിഖ്യാവിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ച് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അഫർമേഷൻസ്, വിശ്വാസ പ്രഖ്യാപനങ്ങൾ നിങ്ങൾ ഈ നാളുകൾ ചിന്തിക്കുന്നു. സൃഷ്ടാവായ ദൈവത്തെ സംബന്ധിച്ചത്ര ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ഡോക്ട്രിൻ ഓഫ് ക്രിയേഷൻ ആണ്. സൃഷ്ടിയെക്കുറിച്ചുള്ള നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അതെന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ടോക്കിനും അടുത്തുള്ള ദിവസത്തെ ടോക്കിനും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ടൈറ്റിൽ ഗോഡ് ദി മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് എന്നാണ്. ഗോഡ് ദി മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് എന്നാണ്. തിരുവചനം 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനത്തോടെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം എല്ലാവർക്കും കാണാപ്പാഠം അറിയുന്ന വാക്യമാണ്. നമ്മൾ വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻ ആൻഡ് ദി എർത്ത്. വളരെ വ്യക്തതയോടെയാണ് ഇത്തരത്തിൽ ഒരു ആരംഭം തിരുവചനത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ പല വിഷയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വാദപ്രതിവാദം നടത്തി അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയല്ല. പല അഭിപ്രായങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായം സാധിക്കും എന്നല്ല പറയാൻ ശ്രമിക്കുന്നത്. പിന്നെയോ വളരെ വ്യക്തതയോടെയാണ് ഇവിടെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ദിസ് ഇസ് എ ഫെയ്ത്ത് അഫർമേഷൻ. ഒരു വലിയ ഡിബേറ്റിന്റെ ഒടുവിൽ അവരെത്തിച്ചേർന്ന ഒരു നിഗമനമല്ല. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മുടെ മുൻപാകെ പറയുകയല്ല. സംശയത്തിന് യാതൊരു വഴിയും അല്ലെങ്കിൽ സംശയത്തിന്റെ എല്ലാ വാതിലുകളും അടച്ചുകൊണ്ട് അവർ പറയുകയാണ്, ഒരു വിശ്വാസവും പ്രഖ്യാപിക്കുകയാണ്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത്. നിഖ്യാവിശ്വാസ പ്രമാണം സഭയുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. 4-ാം നൂറ്റാണ്ടിൽ നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? അത് നമ്മളെല്ലാ ആരാധനയും നമ്മൾ ഏറ്റുചൊല്ലാറുണ്ടല്ലോ. പിതാവായ സർവശക്തനായ, തുടർന്ന് ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. We believe in one true God, the Father Almighty, the maker of heaven and earth, and of all things visible and invisible. എന്ന് സഭ നൂറ്റാണ്ടുകളായി തിരുവചനത്തോട് ചേർന്ന് സഭ പ്രഖ്യാപിക്കുകയാണ്. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി ചർച്ചകളുടെ വെളിച്ചത്തിൽ രൂപപ്പെട്ട ഒരു ആശയമല്ല. പിന്നെ ഒരു സമൂഹത്തിന്റെ ഉറപ്പ്, സമൂഹത്തിന്റെ ശക്തീകരണം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ദിസ് ഇസ് വാട്ട് വി ബിലീവ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ ഒരു വിശ്വാസ പ്രഖ്യാപനത്തെ കുറിച്ച് ധാരാളമായിട്ടുള്ള ചർച്ചകളും ഡിബേറ്റ്സും നമുക്ക് കാണാൻ സാധിക്കും. There is a tendency to look afresh and new at this faith affirmation. God created the heaven and earth. Really? If so, in what way? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇന്ന് വളരെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരർത്ഥത്തിൽ there's a fresh take at this doctrine of creation. അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്, രണ്ട് പ്രധാനപ്പെട്ട പശ്ചാത്തലമുണ്ട്. അത് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പശ്ചാത്തലം എക്കോളജിക്കൽ ക്രൈസിസ്. പരിസ്ഥിതി സംബന്ധിച്ച് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെയൊക്കെ തലമുറയിൽ നമ്മൾ കണ്ടതാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഇന്നും ആ വലിയ ദുരന്തത്തിന്റെ വേദന, ആ വലിയ ദുരന്തത്തിന്റെ സങ്കടം അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഓയിൽ സ്പിൽസ്, അത് ഇന്ത്യയിൽ എന്നാൽ ലോകത്തിൽ പല ഇടങ്ങളിലും, അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ജലത്തെ മലിനീകരിക്കുന്നു, മണ്ണിനെ മലിനീകരിക്കുന്നു, മനുഷ്യരുടെ ത്വക്കിലും മറ്റുമൊക്കെ അസുഖങ്ങൾ രൂപപ്പെടുന്നു. ലീക്കിംഗ് കെമിക്കൽ ഡംപ് സൈറ്റ്സ്,
കെമിക്കൽ പലയിടങ്ങളിൽ സ്റ്റോർ ചെയ്തത് ലീക്കായി പോകുന്ന അനുഭവങ്ങൾ, അതുമൂലം മനുഷ്യന്റെ ജീവനെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങൾ. മുംബൈയിൽ ദീർഘവർഷങ്ങളായി ജീവിച്ച ആളുകളാണല്ലോ. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എനിക്കും ദേവൃപയാൽ വിക്രോളി ഇടവയോട് ഉള്ള ശുശ്രൂഷയോട് ചേർന്ന് മുംബൈയിൽ പട്ടണത്തിൽ ജീവിക്കാൻ ഇടയായി. ഞാൻ വരുന്നതൊക്കെ ആ തൊട്ടുമുമ്പുള്ള സമയത്താണ് മുംബൈ ഫ്ലഡ് നിങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചവരാണ്. അപ്പൊ സാധാരണ നമ്മൾ കാണാത്ത വിധത്തിൽ വെള്ളപ്പൊക്കം, ചിലപ്പോഴാണെങ്കിൽ വരൾച്ച, നമുക്കറിയാം മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിലും കൃഷി ചെയ്യാനാവാത്ത വിധം ഡ്രൗട്ട് ആൻഡ് ലോട്ട് ഓഫ് അഗ്രിഗേറിയൻ ക്രൈസിസ് ഇൻ കണക്ഷൻ വിത്ത് ദാറ്റ്. ഇതെല്ലാം നമ്മൾ അറിയുകയാണ്, കാണുകയാണ്. നമ്മുടെ സ്വന്തം ദേശം കേരളത്തിൽ കഴിഞ്ഞ 2 വർഷങ്ങൾ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം, അതുമൂലം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി, അതിൻ്റെ ചിത്രങ്ങളൊക്കെ വളരെ ലൈവായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. നമ്മൾ എത്രയോ സുരക്ഷിതമെന്ന് കരുതിയിരിക്കുന്ന സ്ഥലങ്ങൾ, ഇടങ്ങൾ, ഭവനങ്ങൾ, ടെറസിന്റെ മണ്ടേ പോലും നിൽക്കാൻ സാധിക്കാതെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്, വെള്ളം കയറുന്ന ഒരു അനുഭവം. ഇപ്പോൾ ഡൽഹിയിലുള്ള എയർ പൊല്യൂഷൻ ഇൻഡെക്സ്, ഞാൻ സെമിനാരിൽ പഠിക്കാൻ വരുന്ന മുമ്പേ ഡൽഹിയിൽ നമ്മുടെ ധർമ്മജ്യോതി ശുശ്രൂഷ നിർവഹിക്കുക, ധർമ്മജ്യോതി വിദ്യാപീഠം. അപ്പൊ ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ്, നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. എയർ പൊല്യൂഷൻ, അതുമൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ആളുകൾക്ക് പുറത്തു പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥ. അപ്പൊ ഈ ഒരു വലിയൊരു എക്കോളജിക്കൽ ക്രൈസിസിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ ദാറ്റ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്? ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധത്തിൽ അതായിത്തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ പ്രതിസന്ധികൾ, നമ്മൾ ഇന്ന് കാണുന്ന ഈ വികലമായിട്ടുള്ള അനുഭവങ്ങൾ, ഇത് ദൈവം സൃഷ്ടിച്ച നല്ലതെന്ന് കണ്ട ഈ ലോകത്തോട് ചേർന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണോ? ചേർത്ത് വെക്കാൻ സാധിക്കുന്ന കാര്യമാണോ? ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള വിഷയമാണ്. ഈ ഒരു പ്രതിസന്ധിയുടെ വെളിച്ചത്തിലാണ് വീണ്ടും we need to look at the doctrine of creation എന്നുള്ള ചിന്ത മനുഷ്യരിൽ ഉണ്ടായിട്ടുള്ളത്. ഈ എക്കോളജിക്കൽ ക്രൈസിസിന്റെ മധ്യത്തിൽ ധാരാളം വിചിന്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലിൻ വൈറ്റ് എന്ന പേരുള്ള ഒരാള് എഴുതിയ ഒരു ലേഖനം 1967, ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ദ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഓഫ് അവർ എക്കോളജിക്കൽ ക്രൈസിസ്. ഈ എക്കോളജിക്കൽ ക്രൈസിസ്, പ്രപഞ്ചത്തെ സംബന്ധിച്ച്, പ്രകൃതിയെ സംബന്ധിച്ചുള്ള ദുരന്തങ്ങൾക്ക് പിന്നിൽ ചരിത്രപരമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് എന്നാണ് ഇവര് ആരോപിക്കുന്നത്. എന്താണ് ഇവരുടെ ആരോപണം? ഈ ക്രിസ്തീയ മതത്തിന്, പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസ്, ക്രിസ്തീയ മതത്താൽ സ്വാധീനിക്കപ്പെട്ട വെസ്റ്റേൺ കൺട്രീസ് ഈ ഇത്തരത്തിലുള്ള എക്കോളജിക്കൽ ക്രൈസിസിനെ അഗ്രിവേറ്റ് ചെയ്യുന്ന ഒരു പ്രവണത, ഒരു ശൈലി അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് അവരുടെ ഒരു ആരോപണമാണ്. അത് പൂർണ്ണമായിട്ട് എത്രത്തോളം ശരി തെറ്റ് എന്നത് വിശകലനത്തിന് വിധേയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ അവരുടെ ഒരു ആരോപണമാണ്, ക്രിസ്ത്യാനിറ്റി ബിയേഴ്സ് എ ഹ്യൂജ് ബേർഡൻ ഓഫ് ഗിൽറ്റ്. അപ്പൊ അതിന് അവർ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വിശദീകരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലും മത്സ്യത്തിന്മേലും ആകാശത്തിന്മേലും പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിലും ഇഴയുന്ന എല്ലാ ഇഴജന്തുമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഹാവ് ഡൊമീനിയൻ, വാഴട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് ക്രിസ്തീയ മതത്താൽ സ്വാധീനിക്കപ്പെട്ട പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടെ ഈ വേദഭാഗത്തെ എങ്ങനെയാണ് അവർ കണ്ടിട്ടുള്ളത്? വാഴട്ടെ, ഹാവ് ഡൊമീനിയൻ. അപ്പൊ ഇതിനെ, ഈ ഒരു വാക്കിനെ, വാഴട്ടെ, ഡൊമീനിയൻ, ഹാവ് ഡൊമീനിയൻ എന്ന വാക്കിനെ അവർ തെറ്റായി വ്യാഖ്യാനിച്ചോ? ഇതിന്റെ അർത്ഥം നിങ്ങൾ ഭൂമിയിൽ പോയി സകല ജീവജാലങ്ങളെയും നിങ്ങളുടെ അധീനതയിലാക്കുക, അവരോട് നിങ്ങൾക്ക് എന്തുമാകാം, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ ഏത് വിധത്തിൽ ഉപയോഗിക്കാം എന്നൊരു അർത്ഥമുണ്ടോ? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവിടെ നമ്മുടെ മുൻപാകെ ഉന്നയിക്കുന്നുണ്ട്. പറയാൻ ശ്രമിച്ചത് എക്കോളജിക്കൽ ക്രൈസിസ്, അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളൊക്കെ തന്നെ ഡോക്ട്രിൻ ഓഫ് ക്രിയേഷനിലേക്ക്, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ദൈവം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ള വിശ്വാസ പ്രഖ്യാപനത്തെ വീണ്ടും വിശകലനം ചെയ്യുവാൻ, അതിനെ സംബന്ധിച്ച് വീണ്ടും വിശകലനം ചെയ്യുവാനും നമുക്ക് ഒരു പ്രേരണയായിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊരു ഒരു കോണ്ടെക്സ്റ്റ് നമ്മുടെ മുൻപാകെ ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് ഓർക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ കാലഘട്ടത്തിൽ ന്യൂ അർജൻസി, ഒരു അർജൻസിയാണ്. വി നീഡ് ടു തിങ്ക് അഗെയിൻ അബൌട്ട് ദി ഡോക്ട്രിൻ ഓഫ് ക്രിയേഷൻ. അതിന് മറ്റൊരു കാരണം,
മോഡേൺ സയൻസ്, ആധുനിക ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളാണ്. ആധുനിക ശാസ്ത്രം നമ്മുടെ മുൻപാകെ ധാരാളം പുതിയ അറിവുകൾ, തിരിച്ചറിവുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ തിരിച്ചറിവുകൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തോട് ചേർത്ത് നിർത്താൻ സാധിക്കുമോ? അല്ല, നാം തലമുറയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വിശ്വാസത്തിന് ഇതൊരു വെല്ലുവിളിയാണോ? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളം നമ്മുടെ മുൻപാകെ ഈ ഈ മോഡേൺ സയൻസ് അവതരിപ്പിക്കുന്നുണ്ട്. മോഡേൺ സയൻസിന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചോ ഇതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചോ അതിന് പൂർണ്ണമായിട്ടൊരു ഉത്തരം നമ്മുടെ മുൻപേ നൽകാൻ പൂർണ്ണമായിട്ട് സാധിച്ചു വരികയില്ല. പുതിയ തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്, പുതിയ പുതിയ നോളേജ് ഡൊമെയിൻസ് നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരുപക്ഷെ പൂർണ്ണമായിട്ട് അർത്ഥം നൽകാൻ സാധിക്കുന്നില്ല. എന്നാൽ ഡോക്ട്രിൻ ഓഫ് ക്രിയേഷനെ പുനർവിചിന്തനം ചെയ്യുവാനുള്ള ഒരു ചലഞ്ച് നമ്മുടെ മുൻപാകെ അത് റേസ് ചെയ്യുന്നുണ്ട്. ദി എവല്യൂഷൻ ഓഫ് മോഡേൺ സയൻസ്, പ്രത്യേകിച്ച് ബിഗ് ബാങ് തിയറി, പ്രകൃതിയുടെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടൊരു തിയറിയാണ് ബിഗ് ബാങ്. എവറിത്തിങ് ബിഗാൻ വിത്ത് എ ബിഗ് ബാങ് എന്ന് പറയുന്ന തിയറി. സാധാരണയായിട്ട് സ്റ്റീഫൻ ഹോക്കിങ്സിനോടൊക്കെ ചേർന്ന് ഈ തിയറി ധാരാളമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് പറയാൻ തക്കോണം വേണ്ട ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു അറിവും അടിത്തറ എനിക്കില്ല. എന്നാൽ ഈ ബിഗ് ബാങ് തിയറി പോലുള്ള ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഈ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നമ്മുടെ വിശ്വാസത്തിന് കോട്ടം വരുന്നുണ്ടോ? സ്റ്റീഫൻ ഹോക്കിൻസ് പറയാൻ ശ്രമിക്കുകയാണ്, my goal is simple, it is complete understanding of the universe, why it is as it is and why it exists at all. ഈ പ്രപഞ്ചം ഇതെങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് ഇതിങ്ങനെ നിലനിൽക്കുന്നു? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ്. ഉത്തരം പൂർണ്ണമായിട്ട് നൽകാൻ സാധിച്ചിട്ടില്ല. ചില തിയറീസ്, ചില സിദ്ധാന്തങ്ങൾ നമ്മുടെ മുൻപാകെ അവതരിപ്പിച്ചിട്ടുണ്ട്, സത്യമാണ്. പൂർണ്ണമായിട്ട് ഉത്തരം നൽകാൻ സാധിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ this has triggered a new interest among the faith community to look afresh at the doctrine of creation. It has triggered a new interest. We need to look back. What does it mean to say that God created the heaven and earth? അതോട് ചേർന്ന് നമുക്കൊക്കെ വളരെ അധികം പരിചയമുള്ള ഒരു തിയറി ആകുന്നത് എവല്യൂഷൻ, തിയറി ഓഫ് എവല്യൂഷൻ. 1859 ചാൾസ് ഡാർവിൻ, ബ്രിട്ടീഷ് കാരനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള ഒരു പുസ്തകം ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ നാച്ചുറൽ സെലക്ഷൻ, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ നാച്ചുറൽ സെലക്ഷൻ. ഇവിടെ ചാൾസ് ഡാർവിൻ പ്രകൃതിയുടെ മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പുതിയൊരു സിദ്ധാന്തം പറയാൻ ശ്രമിക്കുക. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ വിശ്വാസമായി, നമ്മുടെ പാരമ്പര്യമായിട്ട് വിശ്വസിക്കുന്ന അനുഭവങ്ങളോട് ചേർത്ത് വെക്കാൻ സാധിക്കുമോ? Is it contradictory? How do we need to understand all this in the light of modern science and its development? അവിടെ എല്ലാം തന്നെ വീണ്ടും we need to look back, we need to reinterpret the doctrine of creation എന്ന ചിന്ത നമുക്ക് വളരെ ധാരാളമായിട്ട് നമ്മുടെ മുൻപാകെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ശാസ്ത്രത്തിന് പുതിയ തിരിച്ചറിവുകൾ നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കാൻ സാധിച്ചെന്നിരിക്കുക. എന്നാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയുകയില്ല. ലൈക്ക് ദിസ്, why is there a universe? Why is there something instead of nothing? ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ചില സൂചനകൾ ഒരുപക്ഷെ നൽകുന്നിരിക്കുക. എന്നാൽ ഈ പ്രപഞ്ചം എന്തുകൊണ്ടുണ്ടായി ഇത് പറയാൻ ശാസ്ത്രത്തിന് സാധിക്കത്തില്ല. വാട്ട് ഈസ് ദ ഡെസ്റ്റിനി ഓഫ് മാൻ? മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ചില സൂചനകളൊക്കെ നമ്മൾ മുൻപാകെ അവതരിപ്പിക്കാൻ സാധിച്ചെന്നിരിക്കുക. എന്നാൽ മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ഈ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അർത്ഥം കണ്ടെത്തുക, ഇതിനെ സംബന്ധിച്ച് ശാസ്ത്രത്തിന് പൂർണ്ണമായിട്ടൊരു ഉത്തരം നൽകാൻ കഴിയുകയില്ല. അപ്പൊ ഇവിടെയാകുന്നു we need to go back and look at the whole doctrine of creation. ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ പ്രസക്തി എന്താണ്, what implication it has on my life in this 21st century. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പോകേണ്ടത് തിരുവചനത്തിലേക്ക് തന്നെയാണ്, ദ ബിബ്ലിക്കൽ നറേറ്റീവിലേക്ക് തന്നെയാണ്. എന്നാൽ ബിബ്ലിക്കൽ നറേറ്റീവ് നമ്മൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ടത് ആവശ്യമാണ്.
ചില ആളുകൾ വേദോസ്തവത്തോടുള്ള അമിതമായിട്ടുള്ള ഭക്തി മൂലം ഇതിനെ വളരെ ലിറ്ററലായിട്ട് കാണാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ വലിയ അപകടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ പ്രാഥമികമായിട്ട് വളരെ കരുതലോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദപുസ്തകം പ്രകൃതിയെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നല്ലോ. ഏത് അർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത്? ഏത് വിധത്തിലാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം അതിന്റെ ആദ്യത്തെ അധ്യായങ്ങളൊക്കെ തന്നെ സൃഷ്ടി വിവരണം, ക്രിയേഷൻ നറേറ്റീവ് നമ്മൾ സൺഡേ സ്കൂൾ കാലം മുതൽ മനസ്സിലാക്കിയാണ്, വായിക്കുകയാണ്. ഇൻ വാട്ട് വേ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് ഇന്റർപ്രറ്റ് ഇറ്റ് ഇന്റലിജിബിളി ഇൻ ടുഡേസ് സർക്കംസ്റ്റൻസ്. വേദോസ്തം ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ നൽകാൻ ശ്രമിക്കുകയാണോ? ആ രീതിയിൽ ചിന്തിക്കുകയും അതിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ധാരയിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ അവർ പലപ്പോഴും പ്രതിസന്ധിയിൽ ചെന്നപ്പെടുകയാണ്. അവർ വേദോസ്തത്തോട് അവർക്ക് നീതി പുലർത്താൻ സാധിക്കുന്നില്ല. ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നത്തേതായിട്ടുള്ള പശ്ചാത്തലത്തോട് തന്നെ നീതി പുലർത്താൻ സാധിക്കുകയില്ല. അപ്പം ഡസ് ബൈബിൾ ഗീവ് us a full-fledged scientific explanation concerning everything? How do we need to understand the Bible? അല്ലെങ്കിൽ ചില ആളുകൾ ഒരു എക്സ്ട്രീമിലേക്ക് പോവുകയാണ്, ബൈബിൾ ഇസ് നോ മോർ റെലവൻറ്റ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. How do we need to interpret it? How do we need to understand? ഇവിടെ തിരുവചനത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രാഥമികമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, ബൈബിൾ ഇസ് നോട്ട് എ ബുക്ക് ഓഫ് സയൻസ്. ഒരു ശാസ്ത്ര പുസ്തകമല്ല. എന്നാൽ വേദോസ്തവത്തിൽ അത് എഴുതപ്പെട്ട കാലഘട്ടത്തോട് ചേർന്ന് സയന്റിഫിക് തിയറീസ് നമുക്ക് വായിക്കാൻ സാധിച്ചെന്നിരിക്കാം. എഴുതപ്പെട്ട കാലഘട്ടത്തിലെ ലോക വീക്ഷണത്തോട് ചേർന്നാണ് വേദോസ്തവം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതൊക്കെ ശരി തന്നെ. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത്, പ്രൈമറിലി അടിസ്ഥാനപരമായിട്ട് പ്രാഥമികമായിട്ട് വേദപുസ്തകം ഒരു ശാസ്ത്ര പുസ്തകമല്ല. പിന്നെ എന്താണത്? ഇറ്റ്സ് എ ബുക്ക് ഓഫ് ഫെയ്ത്ത്. അത് വിശ്വാസത്തിന്റെ ഒരു പുസ്തകമാണ്. ഒരു വിശ്വാസ സമൂഹം ഒരുമിച്ച് ചേർന്ന് വന്നുകൊണ്ട് അവർ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ ഇന്നത് വിശ്വസിക്കുന്നു. അത് ശാസ്ത്രത്തോട് നേരെ മുഖം തിരിഞ്ഞുകൊണ്ടല്ല. എന്നാൽ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് or don't try to keep it as a parallel with that of any other scientific book. It is a book of faith. ഒരു വിശ്വാസ സമൂഹം അവര് അന്വേഷിക്കുകയാണ്, what does it mean to live this life? ഈ ജീവിതത്തെ എങ്ങനെയാണ് ഞാൻ കാണേണ്ടത്? ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണ് നൽകേണ്ടത്? എൻ്റെ എക്സിസ്റ്റൻസ്, എൻ്റെ അസ്തിത്വത്തെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ ചുറ്റുപാടും കാണപ്പെടുന്ന ലോകം, നമ്മൾ നിത്യാവിശ്വാസ പ്രമാണത്തിൽ പറയുന്ന പോലെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായിട്ടുള്ള ഈ ലോകത്തെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഹൗ ഡു ഐ മേക്ക് സെൻസ് ഓഫ് ദ വിസിബിൾ വേൾഡ്? ഇതിനായിട്ടുള്ളൊരു ശ്രമമാണ് നമുക്ക് വേദോസ്തവത്തിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിലെ ഇസ്രായേൽ സമൂഹം അവർ പറയുകയാണ്, ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വന്നത് ഇത് കേവലം ഒരു ആക്സിഡന്റ് ആയിട്ടല്ല, എങ്ങനെ ഒരു അപകടം സംഭവിച്ചു, യാദർശികമായിട്ട് ഞങ്ങൾ വന്നവരല്ല. പിന്നെയോ ദൈവത്തിന് ഞങ്ങളെ കൊണ്ടൊരു ഉദ്ദേശമാണ്. ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികളായിട്ട് ഞങ്ങൾ ആയിരിക്കുന്നു. അപ്പൊ വലിയൊരു ഐഡന്റിറ്റി പ്രഖ്യാപനമാണ്. ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഈ സൃഷ്ടിയോട് ചേർന്ന്, ഈ പ്രപഞ്ചത്തോട് ചേർന്ന്, മറ്റ് ജനവിഭാഗങ്ങളോട് ചേർന്ന് വർത്തിക്കേണ്ടതിനെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അപ്പം they are trying to make a meaning, make a sense of their life and the life of those around. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. വേദപുസ്തകത്തെ വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും ആവശ്യമാണ്. This is not mere a book of science, it's a book of faith. And Genesis is a theological affirmation of a faith community. We believe in faith that God has created us, and it has implications for our life now. 21ാം നൂറ്റാണ്ടിലും അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ, ഞങ്ങൾ മിസ്രൈമിൽ അടിമത്തത്തിൽ കഴിയുമ്പോഴും, ഞങ്ങൾ വാഗ്ദത്ത ഭൂമിയിൽ പാർക്കുമ്പോഴും, ഞങ്ങൾ പ്രവാസത്തിൽ പോകുമ്പോഴും, ഏത് സാഹചര്യത്തിലും ഈ ഒരു ക്രിയേഷൻ നറേറ്റീവ് ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നു. ഞങ്ങൾ ഒരു യാദർശിക ഈ ലോകത്തിൽ വന്നു ചേർന്നവരല്ല. ദൈവം ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട് എന്ന വലിയൊരു
ഒരു ഐഡന്റിറ്റി അഫർമേഷൻ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുകയാണ്. മുൻപോട്ട് പോവുകയാണ്. ഈ വലിയ ഐഡന്റിറ്റി അഫർമേഷന്റെ പ്രസക്തി എന്താണ്? വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ? ദൈവം സൃഷ്ടാവാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് കേവലം ഇങ്ങനെ ഒരു ശൂന്യാകാശത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ട് തീരുകയാണോ? അല്ലെങ്കിൽ പള്ളിയുടെ 4 ചുവരിൻ്റെ ഉള്ളിൽ നമ്മൾ നിർത്തേണ്ട ഒരു വിശ്വാസ പ്രഖ്യാപനമാണോ? വാട്ട് ഡസ് ഇറ്റ് മീൻ? വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ? അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ സംബന്ധിച്ച്, നമ്മുടെ ചിന്തയെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച്, നമ്മുടെ നിലപാടുകളെ സംബന്ധിച്ച് എന്തർത്ഥമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? 4 കൂട്ടം കാര്യങ്ങളാണ് ഞാൻ അതിനോട് ചേർന്ന് മുൻപോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. What is the implication of the affirmation that I believe in God the Creator? 4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, I am as a created being wholly dependent on God. ഞാൻ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് ഞാൻ സമ്മതിക്കുകയാണ്, ഞാൻ അഫേം ചെയ്യുകയാണ്. എൻ്റെ ഈ അസ്തിത്വം, എക്സിസ്റ്റൻസ്, എൻ്റെ ഈ ഉണ്മ, ഇത് പൂർണ്ണമായിട്ട് ദൈവത്തിൽ നിന്നുള്ളതാകുന്നു, ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ദൈവത്തോട് ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഐ കനോട്ട് ഹാവ് എൻ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഗോഡ്. ഓരോ നിമിഷവും ഞാൻ ആയിരിക്കുന്നത്, ഐ എക്സിസ്റ്റ്, ഞാൻ ആയിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് ദൈവം അനുവദിക്കുന്നതുകൊണ്ടാണ്. ഐ എം ഹോളി, ഐ എം റാഡിക്കലി ഡിപ്പെൻഡന്റ് അപ്പോൺ ഗോഡ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സോ ഐ ബിലീവ് ഇൻ ഗോഡ് ദ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ഐ ആം ഗോഡ്സ് ക്രിയേറ്റഡ് ബീയിങ്, ആൻഡ് ഫോർ മൈ ലൈഫ്, ഫോർ മൈ എക്സിസ്റ്റൻസ് ഐ ഹോളി ഡിപ്പെൻഡ് ഓൺ ഗോഡ്. ആ വലിയൊരു ആശ്രയം ബോധം അവിടെ പ്രഖ്യാപിക്കുകയാണ്. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് നമ്മൾ ആരും ഉപദേശം കൊടുത്തുകൊണ്ടല്ല. ദൈവത്തിൻ്റെ ഫ്രീവിൽ, ദൈവത്തിൻ്റെതായിട്ടുള്ള ഇതമനുസരിച്ച് മാത്രമാണ്. അതിന് കാരണമായി തീരുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. എന്നാൽ നമ്മൾ വിശ്വാസത്തിൽ പറയുകയാണ്, സ്നേഹം കൊണ്ട് മാത്രം. So God is motivated to create this world because or by pure love. And by his love, he makes these things to exist. ഇത്തരത്തിലുള്ളൊരു പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ മേലൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. പിന്നെയോ സ്നേഹത്തിൽ ദൈവം ഈ പ്രവൃത്തി ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും സകല വസ്തുവകകളും ദൈവത്തിന്റെ ഇതം, ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് ആയിരിക്കുന്നത്. They exist because of God's power, God's will. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ടു എക്സിസ്റ്റ്, ഞാൻ ആയിരിക്കുന്നു, ഐ എക്സിസ്റ്റ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് അത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്. അവിടെ വലിയൊരു ആഘോഷമാണ്. ദി ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. പറഞ്ഞു തീരാനാവാത്ത ദൈവത്തിന്റെ ആ വലിയ ദാനത്തെ ഞാൻ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വലിയൊരു ആഘോഷമാണ്. ഞാൻ ആയിരിക്കുന്നു, ഐ എക്സിസ്റ്റ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കുമ്പോൾ അവിടെ വലിയൊരു ആഹ്ലാദ പ്രകടനമാണ്, വലിയൊരു ആഘോഷമാണ്. എന്താണ് ആഘോഷം? ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്, ദൈവത്തിന് വലിയൊരു ദാനം ഞാൻ അനുഭവിക്കുകയാണ്. ഓരോ നിമിഷവും അവന്റെ ജീവശ്വാസം എൻ്റെ മേൽ ഉണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. ആൻഡ് ഐ ആം ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. സങ്കീർത്തനക്കാരൻ 100-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യഹോവ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുകയും അവൻ നമ്മെ സൃഷ്ടിച്ചു, നാം അവർ അവനുള്ളവർ തന്നെ. Know that the Lord is God. It is He who made us. We are His. അവൻ നമ്മളെ ഉണ്ടാക്കി, made us. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിർമ്മിച്ചു. അവൻ നമ്മളെ പടച്ചു, നമ്മളെ ഉണ്ടാക്കി. നമ്മൾ അവന്റെ ആകുന്നു, അവന്റെ വകയാകും. അപ്പോൾ ആ പിതാവായ സർവശക്തനായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എന്ന് ദൈവത്തെക്കുറിച്ച് ഞാൻ പ്രഖ്യാപനം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആനന്ദം കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. എന്താണ് ആനന്ദം? ദൈവത്തിന്റെ അദിമ്യമായിട്ടുള്ള ആ വലിയ ദാനം ഞാൻ അനുഭവിച്ചു. ഐ ആം എ ലിവിങ് ബീയിങ് ആൻഡ് മൈ എക്സിസ്റ്റൻസ് ഇസ് ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പൊ ലഭിച്ച ഈ ദാനത്തിനായിട്ട്
ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. യഹോവ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അവൻ നമ്മളെ ഉണ്ടാക്കി, അവൻ നമ്മളെ നിർമ്മിച്ചു, അവൻ നമ്മളെ പടച്ചു. ഞാൻ അവന്റെ വകയാകും. അപ്പൊ ഈ വലിയൊരു ബന്ധം, ഈ വലിയൊരു ആഘോഷം, ബിക്കോസ് ഐ ആം ഗോഡ്സ് ക്രിയേറ്റഡ് പ്രഷ്യസ് ബീയിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നിടത്ത് ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം വരികയാണ്. ഐ എം നോട്ട് ഹിയർ ബൈ ആക്സിഡന്റ്. ഐ എം നോട്ട് ഹിയർ because someone thought that I need to be born. I'm here because God wanted me to be born. God wanted me to exist. And every moment of my existence is a celebration of God's abundant gift. And the implication of the affirmation, I believe in God, the Creator എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, ദൈവം ഭൂമിയെയും ആകാശത്തെയും ഭൂമിയെയും സകലത്തിനെയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതൊക്കെ നല്ലതായി. ദൈവമാണല്ലോ സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ചതൊക്കെ നല്ലതായിരുന്നു. ക്രിയേഷൻ ഇസ് ഗുഡ്. ദൈവം സൃഷ്ടിച്ചത് നന്നായിരുന്നു എന്ന് നമ്മൾ പറയുക. ഈ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്ന് നമുക്ക് ഇതിന്റെ ഒരു പ്രസക്തി മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമാണ്. കാരണം ഇത് വേദോസ്തവം എഴുതപ്പെട്ട കാലഘട്ടം, ഇത് എഡിറ്റ് ചെയ്യപ്പെട്ട കാലഘട്ടത്തിലൊക്കെ തന്നെ വളരെ പ്രബലമായി നിന്ന ചില ചിന്താ പദ്ധതികളുണ്ട്, ചിന്തകളുണ്ട്. പ്രത്യേകിച്ച് പ്ലേറ്റോണിസം, നിയോ പ്ലേറ്റോണിസം, ഇത്തരത്തിലുള്ള ചിന്താധാരകളിൽ നിന്ന് രൂപപ്പെട്ട ചില ആശയങ്ങളാണ്. ഈ ആശയങ്ങൾ നമ്മുടെ മുൻപാകെ ആ കാലഘട്ടത്തിലുള്ള തത്വചിന്തന്മാർ അവതരിപ്പിക്കുമ്പോൾ അവർ പറയാൻ ശ്രമിച്ചത് മാറ്റർ, പ്രപഞ്ചം അത് തിന്മ നിറഞ്ഞതാണ്. മാറ്റർ ഇസ് ഈവിൾ. പ്രപഞ്ചം അത് നല്ലതല്ല, തിന്മ നിറഞ്ഞതാണ്. അപ്പം അവരുടേതായിട്ടുള്ള ചിന്താ പദ്ധതികൾ അനുസരിച്ച് അവർ പറയുന്നത് ദൈവം നേരിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം നേരിട്ട് ഈ ഭൂമിയെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല. കാരണം ഗോഡ് കനോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് വിത്ത് മാറ്റർ. അവരങ്ങനെ പറയാൻ കാരണം അവരുടെ മുൻപിലുള്ള ഒരു ആശയം എന്ന് പറയുന്നത് മാറ്റർ ഇസ് ഈവിൾ. അപ്പൊ ഈ ഒരു ചിന്ത വളരെ ശക്തമായി നിലനിന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു വിശ്വാസ സമൂഹം ചേർന്ന് വന്ന് പറയുന്നത് ക്രിയേഷൻ ഇസ് ഗുഡ്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ സൃഷ്ടി വിവരണത്തിൽ എത്ര പ്രാവശ്യമാണ് ഗുഡ് 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 എന്ന് പറഞ്ഞിരിക്കുന്നത്. And God saw it was good. അതിന്റെ ഒരു കൾമിനേഷൻ 31:31 നമുക്ക് കാണാൻ സാധിക്കുന്നു. God saw everything that he had made and indeed it was very good. Good good എന്ന് പല ആവർത്തി പറഞ്ഞ് അതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് 31-ാമത്തെ വാക്യത്തിൽ ഇവിടെ എഴുത്തുകാരൻ പറയുകയാണ്, താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. എത്രയും നല്ലത്. ഇറ്റ് വാസ് വെരി ഗുഡ്. ഓർക്കുക, മാറ്റർ തിന്മയാണെന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ പറയുകയാണ് ക്രിയേഷൻ ഇസ് ഗുഡ്. ഇത് നാശത്തിന് വേണ്ടി, ഇത് ഡിസ്ട്രക്ഷന് വേണ്ടി ഉള്ള ഒന്നല്ല. പിന്നെയോ ദിസ് ക്രിയേഷൻ ഇസ് ഗുഡ് ബിക്കോസ് ഗോഡ് ഹാസ് ഡയറക്ട്ലി ക്രിയേറ്റഡ് ഇറ്റ് എന്ന് ഒരു വിശ്വാസ സമൂഹം പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുൻപാകെ ഒരു വലിയ വെല്ലുവിളിയുണ്ട്. ദൈവം നല്ലതെന്ന് കണ്ട ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും നമുക്ക് നല്ലതെന്നേ കാണാൻ സാധിക്കത്തുള്ളൂ. മാത്രമല്ല ഒന്നിന്മേലും നമുക്ക് അധികാരം നടത്തുവാൻ കഴിയുകയില്ല. അധികാരം എന്ന് പറയുമ്പോൾ ഡൊമീനിയൻ. ഒന്നിന്റെ മേലും നമുക്കൊരു ഭരണം, നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതയനുസരിച്ച് ഒരു ഭരണം നടത്താൻ കഴിയുകയില്ല. കാരണം എല്ലാം ദൈവം നല്ലതെന്ന് കണ്ട ഒന്നിനെ നശിപ്പിക്കുവാൻ നമുക്ക് അനുവാദമില്ല. ദൈവം നല്ലതെന്നെ കണ്ടതിനെ എങ്ങനെയാണ് നമുക്ക് തിന്മയായിട്ട് കാണാൻ സാധിക്കുക? അത് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. സോ ദ ക്രിയേഷൻ ഇസ് ഗുഡ്. ദൈവം സൃഷ്ടികർത്താവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതോട് ചേർന്ന് നമ്മൾ പറയുകയാണ് ദിസ് ക്രിയേഷൻ ഇസ് ഗുഡ് ആൻഡ് വാട്ട് ഗോഡ് സോ ടു ബി ഗുഡ് ഐ ഓൾസോ നീഡ് ടു കൺസിഡർ ഇറ്റ് ടു ബി ഗുഡ്. ഞാൻ വേഗത്തിൽ പോവുകയാണ്. മൂന്നാമത്, സകലത്തിന്റെ സൃഷ്ടിതാവ് ദൈവമാണെന്ന് പറയുമ്പോൾ നമ്മൾ അതോട് ചേർന്ന് മുൻപോട്ട് വെക്കുന്ന ഒരു ആശയം, അതെന്താണ്? ഒരു ഇംപ്ലിക്കേഷൻ.
ഇന്റർഡിപ്പെൻഡൻസ്. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും തന്നെ ഒറ്റപ്പെട്ട് കഴിയേണ്ടതല്ല. Everything is dependent on each other. All created beings, all nature. ഒരു കാലഘട്ടത്തിലൊക്കെ വിശ്വസിച്ചിരുന്നത്, നമ്മളെ പണ്ട് കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പഴയ കാലത്ത് നാടകമൊക്കെ കളിക്കുമ്പോൾ സ്റ്റേജിൽ കുറെ പ്രോപ്പർട്ടീസ് വെക്കും. പ്രോപ്സ് എന്ന് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ പറയുന്നത് പ്രോപ്സ്. സ്റ്റേജിൽ കുറെ പ്രോപ്പർട്ടീസ് വെക്കും. ഈ പ്രോപ്പർട്ടീസ് ഈ നാടകത്തിലെ പ്രധാനപ്പെട്ട ആക്ടേഴ്സ് അല്ല. അത് അവിടെ ഇങ്ങനെ ആയിരിക്കും. ആക്ടേഴ്സ് ആരാണ്? അവര് വരും, അവരാണ് ഡയലോഗ് പറയുന്നത്, അവരിലൂടെയാണ് നാടകം മുൻപോട്ട് പോകുന്നത്. പ്രോപ്പർട്ടീസ് അവിടെ കാണും എന്നേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പ്രധാനപ്പെട്ട ആക്ടർ മനുഷ്യനാണ്, ബാക്കിയെല്ലാം പ്രോപ്പർട്ടി പോലെ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കുന്നു. വനങ്ങൾ, മരം, മണ്ണ്, വെള്ളം, they are mere properties. No, they don't have any role and we are not at all dependent on these things. എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്, we are all interrelated. We are all dependent on each other. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യനെ മണ്ണിൽ നിന്നുണ്ടാക്കി. യഹോവയാ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു എന്നാണ്. തുടർന്ന് മനുഷ്യന് നൽകുന്ന പേര് ആദം എന്നാണ്. നമ്മൾ ഇതിന്റെ മൂലഭാഷ അർത്ഥം അന്വേഷിക്കുമ്പോൾ ആദാമ, ഭൂമി, ഭൂമിയിൽ നിന്ന് എടുത്തതുകൊണ്ടാണ് ആദം എന്ന് ദൈവം ഈ ഒരു മനുഷ്യന് പേര് കൊടുത്തു. ഹു ഇസ് മാൻ? വൺ ഹു ഇസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദി എർത്ത്. അദാമായിൽ നിന്ന് ഉളവായതുകൊണ്ട് അവന് ആദം എന്ന് പേര്. ഇതിനോട് ചേർന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു, യഥാർത്ഥത്തിൽ മനുഷ്യന് എർത്തലിംഗ് ആണ്, സീഡ്ലിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഹീസ് ടേക്കൻ ഔട്ട് ഓഫ് എർത്ത്, സോ ഈസ് എർത്തലിംഗ്. അപ്പൊ ഈ മണ്ണിനോട് നാം എത്രയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു. മണ്ണിൽ നിന്ന് എത്രയേ ദൈവം നമ്മൾ എടുത്തത്. മരണസമയത്ത് നമ്മൾ പറയുന്നല്ലോ, മണ്ണിലേക്ക് മടങ്ങി പോകുന്നു. നമ്മുടെ ലിറ്റോർജിയിൽ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നല്ലോ, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നു. വി ആർ ടേക്കൻ ഔട്ട് ഓഫ് എർത്ത്, വി റിട്ടേൺ ടു ദി എർത്ത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനോടും നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു. വായു, വെള്ളം, പ്രകൃതിയിലെ സകല വിഭവങ്ങളോടും നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ഓർക്കേണ്ടത് ആവശ്യം. വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഈ പ്രകൃതിയിലുള്ള പല പ്രതിഭാസങ്ങളെയും സ്വന്തം സഹോദരൻ, സഹോദരി എന്ന അർത്ഥത്തിലൊക്കെയാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ബ്രദർ വിൻഡ്, സിസ്റ്റർ എർത്ത് എന്നൊക്കെ രീതിയിലാണ് അഭിസംബോധന ചെയ്തത്. പറയാൻ ശ്രമിക്കുന്നത് ഇത്രമാത്രം നമ്മൾ മ്യൂച്വലി റിലേറ്റഡ് ആണ് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മൾ ദേവാലയത്തിൽ ആരാധന മധ്യേ ഉറക്കെ പറയുകയാണ്, we believe in God the Creator. What does it imply? It implies that you are so intimately related with the soil, with the animals around, with the whole created beings. ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതിയിട്ടുള്ളത്, we are not an assemblage of solitary units. പല സോളിറ്ററി യൂണിറ്റ്, അതെല്ലാം കൂടെ ചേർന്നല്ല പ്രപഞ്ചം. പിന്നെയോ we are related to each other in mutual interdependence. അതുകൊണ്ടാകുന്നു വനം നാശീകരണം ഉണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, മനുഷ്യനെ ബാധിക്കുന്നത്, അത് മൃഗങ്ങളെ ബാധിക്കുന്നത്, ഫുഡ് സൈക്കിളിനെ ബാധിക്കുന്നത്. എവറിത്തിങ് ഇസ് സോ ഇന്റിമേറ്റ്ലി കണക്റ്റഡ് ടു ഈച്ച് അതർ. ഈ കാലഘട്ടത്തിലുണ്ടായ എക്കോളജിക്കൽ ക്രൈസിസ് ഒക്കെ വിശകലനം ചെയ്യുമ്പോൾ ഈ ഒരു ഇന്റർഡിപ്പെൻഡൻസ് എത്ര അധികമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ കൊറോണ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ കൊറോണയുടെ ഉൽപ്പത്തി എങ്ങനെയാണ്, ഉത്ഭവം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ബട്ട് വൺ തിങ് വി നോ, because of this the whole created order is facing a crisis. Whole created order is facing a crisis എന്നത് സത്യമാണ്. We are not mere solitary unit. We are related to each other. ഞാൻ വേഗത്തിൽ പോവുകയാണ്. 4 അവസാനത്തെ, I believe in God the Creator. ഞാൻ ഉറക്കെ പറയുമ്പോൾ അതിന് ഇംപ്ലിക്കേഷൻ എന്താണ്, അതിന്റെ സാങ്കത്യം എന്താണ് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഈ പ്രപഞ്ചം ദൈവം മാത്രമല്ല, ഈ പ്രപഞ്ചം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണത അവസാനം ദൈവം തൻ്റെ കൃപയാൽ നിർവഹിക്കും എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുക. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് അറിവുള്ളതാണല്ലോ. ദൈവം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, He makes
ദൈവിക പദ്ധതി ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഹി മേക്സ് ഓൾ തിങ്സ് ന്യൂ. അവൻ സകലവും പുതുതാക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളെ കുറിച്ച് മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, കുറെ ക്രിസ്ത്യാനികളെ കുറിച്ചോ അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ച് മാത്രം തന്നെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവം പുതുതാക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. എവറിത്തിങ് ഇസ് ബീൻ മേഡ് ന്യൂ, എവറിത്തിങ് ഇസ് ബീൻ റിഡീം. ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിൽ എനിക്കും നിങ്ങൾക്കും മാത്രമല്ല ഈ പ്രപഞ്ചത്തിന് ആകമാനം സ്ഥാനമുണ്ട് എന്ന് ദൈവം ഇവിടെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സോ ഔട്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വലിയ സ്നേഹത്തിൽ ദൈവം എനിക്കും നിങ്ങൾക്കും മാത്രമല്ല സകല പ്രപഞ്ചത്തിനും വീണ്ടെടുപ്പ് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 22-23 വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് സകല സൃഷ്ടിയും വീറ്റുനോവോടെ കാത്തിരിക്കും എന്നാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജറിയാണ്. യഥാർത്ഥത്തിൽ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരുങ്ങുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത്. ആ സ്ത്രീ കുഞ്ഞിന്റെ മുഖം കാണുവാനായി തീവ്രമായ വേദനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോലെ ഈ പ്രപഞ്ചം ആകമാനം കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി. ഞാനും നിങ്ങളും മാത്രമല്ല, ദ ഹോൾ ക്രിയേഷൻ ഇസ് ഗ്രോണിങ്. അപ്പോസ്തലനായ പൗലോസ് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ മുൻപാകെ ഈ വിഷയം അവതരിപ്പിച്ചത്. ദ ഹോൾ ക്രിയേഷൻ ഇസ് ഗ്രോണിങ് ഫോർ ദി വെയിറ്റിംഗ് ഫോർ ദ റിഡംഷൻ. അപ്പം പ്രിയമുള്ളവരെ, ദൈവം ഈ ഭൂമിയുടെയും ഈ പ്രപഞ്ചത്തിന്റെയും ഈ ആകാശത്തിന്റെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവാണെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ദൈവത്തിന് ഒരു കരുതലുണ്ട്, ദൈവത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. ഈ പ്രപഞ്ചത്തെ ദൈവം പൂർണ്ണമായിട്ട് വീണ്ടെടുക്കും നമ്മളെ ഒക്കെ പ്രഖ്യാപിക്കുക. അപ്പോൾ ഞാൻ ഈ ഡോക്ട്രിൻ ഓഫ് ക്രിയേഷൻ നമ്മുടെ മുൻപാകെ ചില ഇംപ്ലിക്കേഷൻസ് നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കാൻ അത്ര ഞാൻ ശ്രമിച്ചത്. ഞാൻ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് സേയിങ് ദാറ്റ് ഗോഡ് ഈസ് അവർ ക്രിയേറ്റർ. ഒന്ന് പറയാൻ ശ്രമിച്ചത് we are wholly dependent on God. We are radically dependent on God. രണ്ട് പറയാൻ ശ്രമിച്ചത് the creation is good. When I say that God is the creator, I say together with that the creation is good. മൂന്ന് പറയാൻ ശ്രമിച്ചത് we are all interdependent. We are all, കാരണം എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച ദൈവം ഒന്നാണ്. നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടു, നമ്മൾ സഹോദരങ്ങളല്ലേ എന്നൊരു വലിയ തിരിച്ചറിവ് ഉണ്ടാകുകയാണ്. അവസാനം ഞാൻ പറയാൻ ശ്രമിച്ചത്, ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് പറയുകയാണ് ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തെ, അത് ഇന്ന് അതിൻ്റെതായിട്ടുള്ള വികലമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ദൈവം ഈ പ്രപഞ്ചത്തെ ദൈവിക പദ്ധതി അനുസരിച്ച് പൂർത്തീകരിക്കും. ഗോഡ് വിൽ റിഡീം ദ ഹോൾ ക്രിയേഷൻ എന്ന് പ്രഖ്യാപിക്കുക. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതിനെ കൺക്ലൂഷനായിട്ട് പറയാൻ ശ്രമിക്കുന്നത്, ഈ വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നമ്മൾ ചിന്തിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ പല പല വെല്ലുവിളികളാണ് നമ്മുടെ മുൻപാകെ ഉള്ളത്. ഞാൻ 2 കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറയുകയാണ്. ഒന്ന്, ഈ പ്രപഞ്ചത്തെ സൂക്ഷിപ്പാൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ടെൻഡ് ആൻഡ് കെയർ. ഡൊമീനിയൻ എന്ന വാക്ക് വളരെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പലപ്പോഴും നശീകരണാനുഭവങ്ങളിലേക്ക് പോയത്. എന്നാൽ അത് ഡൊമീനിയൻ എന്ന വാക്ക് അതിന്റെ മൂലപദം ശരിയായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഒരു ഇടയൻ ആടുകൾക്ക് വേണ്ടി കരുതുന്ന ഒരു ശൈലിയാണ് ടെൻഡ് ആൻഡ് കെയർ. തോട്ടത്തെ കാപ്പാൻ, അതിനെ വേണ്ടവണ്ണം പരിപാലിക്കുവാൻ ഉള്ള വലിയ ഒരു നിയോഗം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ തോട്ടത്തെ, ദൈവത്തിന്റെ പ്രപഞ്ചത്തെ, സമസൃഷ്ടങ്ങളെ കരുതുവാനുള്ള ആ വലിയ ഒരു വെല്ലുവിളി നമ്മൾ മുമ്പാക്കി. മാത്രമല്ല, ഈ പ്രകൃതിയോട് ചേർന്ന് ദൈവ മുൻപാകെ വലിയൊരു ആരാധനയിൽ പങ്കുചേരുവാനുള്ള ആഹ്വാനം. We are called to worship the whole creation, praising God for who we are and what He wants us to be, praising God for the hope we have in God's redemptive plan. We are called to praise. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ചില ആശയങ്ങൾ വേഗത്തിൽ പറയാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഡോക്ട്രിൻ ഓഫ് ക്രിയേഷനെ സംബന്ധിച്ച് ധാരാളം സംശയങ്ങളും കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും ഒക്കെ കണ്ടെന്നിരിക്കാം. നിങ്ങളുടെ ശ്രദ്ധയോടുള്ള നിങ്ങളുടെ കേൾവിക്കായി നന്ദി. ഇത്തരത്തിലുള്ള അവസരം പ്രിയപ്പെട്ട അച്ഛൻ നൽകിയല്ലോ, അച്ഛനോടും പ്രത്യേക നന്ദി. ഈ സമയത്ത്
അറിയിച്ചു കൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.